ചെയ്ത ഹർത്താൽ തുടങ്ങി. ജനജീവിതം തടസ്സപ്പെടില്ലെന്ന് ഉറപ്പുവരുത്തണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ച സാഹചര്യത്തിൽ കനത്ത സുരക്ഷയാണ് സർക്കാർ ഒരുക്കുന്നത്. രാത്രി മുതൽ ക്രമസമാധാനം മനുഷ്യൻ ആറ്റുനോറ്റ് കിട്ടിയ ലീവാ, അത് ഹർത്താൽ കൊണ്ടുപോയി. ഞാൻ എന്റെ മുഖത്ത് എങ്ങനെ നോക്കും? എന്തൊക്കെ പ്ലാൻ ആയിരുന്നു. 12 വർഷം നീലക്കുറിഞ്ഞി, ഏതോ ഫ്രണ്ടിന്റെ റിസോർട്ട്, എല്ലാം കുതാകാവാ. ആക്ച്വലി എന്തിനായിരുന്നു ഈ ഹർത്താല്? അത് ശരിയാണല്ലോ, എന്തിനാ ഈ ഹർത്താല്? നമ്മുടെ ഇവിടുത്തെ യൂത്ത് വിംഗ് നേതാവിനെ അയാൾ ഫേസ്ബുക്ക് ലൈവിൽ വന്ന സമയത്ത് ആരോ തെറി വിളിച്ചു. ആ വീഡിയോയുടെ ഇടയിൽ ആംഗ്രി സ്മൈലി ഇട്ടു. ഇതാണോ കാരണം? എന്താടി യൂത്തന്മാരൊരു പുച്ഛം കേട്ടില്ലേ? ഞങ്ങൾ സ്തംഭിപ്പിക്കും കേരളമാകെ സ്തംഭിപ്പിച്ച് കളഞ്ഞു. ആ വന്നല്ലോ സാംബോയ്. ഞാൻ അവിടെ ചായക്കട നടത്തണമെന്നില്ല, വേണേ പോയി അടുക്കള ഉണ്ടാക്കി കുടിച്ചോ. ഞാനിപ്പോ വരാട്ടോ. എനിക്ക് ചായ ഉണ്ടാക്കാൻ അറിയില്ല. ലോകത്തിലെ എല്ലാ റോക്കറ്റ് സയൻസും അറിയാം, അവനൊരു ഗ്ലാസ് ചായ ഉണ്ടാക്കി കുടിക്കാൻ അറിയില്ല. കഷ്ടം തന്നെ മുതലാളി. മീന് ചായ കുടിക്ക. നല്ല ചായ ആയിരുന്നല്ലേ? ഏലക്കിട്ടുണ്ട്. ഒരു ചായ പ്ലീസ്. വെരി സോറി. എന്തൊരു ടേസ്റ്റാ. ഒരു ചായ ഉണ്ടാക്കി തടാ. വന്നാ എനിക്കറിയായിരുന്നടാ നീ എൻ്റെ അടുത്ത് തന്നെ വരുമെന്ന്. അതുകൊണ്ടല്ലേ ഞാൻ അവിടുന്ന് പതുക്കെ മുങ്ങിയത്. എന്താടാ പ്ലീസ് ടാ, ഉണ്ടാക്കാൻ അറിയാൻ പാടില്ലാതുണ്ടല്ലോടാ. സഹായം ചോദിച്ചു വരുന്നവനെ കൈവിടല്ല ഈ സുൽത്താൻ. ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നവൻ്റെ വേദന അറിയാവുന്നവനാണ് ഈ സുൽത്താൻ. വാ വാ മോനെ. നീ ഇപ്പൊ എന്താ പറഞ്ഞേ? എടാ അത് ബാബു ആന്റണി ചന്ത സിനിമയിൽ പറയുന്ന ഡയലോഗല്ലേ, വലിയങ്ങാടിയുടെ സുൽത്താൻ. ബാബു ആന്റണി നിനക്ക് ബാബു ആന്റണി അറിഞ്ഞൂടെ? അല്ല അല്ല ഹിന്ദി ആക്ടറാണോ? എടാ നീ ഒരു 90s കിട്ടാണോടാ നീ? ബാബു ആന്റണി അറിഞ്ഞൂടാത്ത നീക്ക് എന്തൊരു മനുഷ്യനാണോ? ഞാൻ ഈ സിനിമയൊന്നും കാണാറില്ല, നിനക്ക് അറിഞ്ഞൂടെ? എന്ന് വെച്ച് ഒരു പൊതുവിജ്ഞാനം വേണ്ടേ? അതെനിക്ക് വലിയ കുറവായിട്ടൊന്നും തോന്നിയിട്ടില്ല. നീ ആയതുകൊണ്ട് ഞാൻ ക്ഷമിക്കുന്നു. വേറെ ആരെങ്കിലും ആയിരുന്നുണ്ടല്ലോ കാണിച്ചു കൊടുത്തന്നെ. അല്ല പുള്ളി ഇത്രയ്ക്ക് വലിയ സംഭവം ആണോന്നോ? എടാ ഒരു കാലത്ത് പുള്ളി മലയാള സിനിമയിലെ സൂപ്പർ സ്റ്റാർ ആയിരുന്നു. എത്ര ഹിറ്റ് പടങ്ങളാ. ചന്ത, ദാദ, കമ്പോളം, ഉപ്പുകണ്ട ബ്രദേഴ്സ്, ഇടുക്കി ഗോൾഡ്. അപ്പൊ നിനക്ക് ആളെ മനസ്സിലായി? മനസ്സിലായി. ഞാൻ ചെറുപ്പത്തിൽ പുള്ളിയുടെ ഭയങ്കര ഫാനായിരുന്നടാ. പുള്ളിയുടെ എല്ലാ സിനിമയും ഞാൻ കാണും. പുള്ളിയുടെ ഡയലോഗൊക്കെ എനിക്ക് കാണാൻ പാടായിരുന്നു. മൂപ്പരുടെ ഫൈറ്റ് സീൻ കണ്ടല്ലേ ഞാൻ കരാട്ടെ പഠിക്കാൻ വരെ ചേർന്നത്. എന്നിട്ട് പക്ഷേ ബ്ലാക്ക് ബെൽറ്റ് കിട്ടുന്നതിന്റെ തലേ ദിവസം എനിക്ക് 5ാം പനി പിടിപെട്ടു. അങ്ങനെ നടന്നില്ല. അപ്പൊ അത്രയും നല്ല ബെൽറ്റ് ഇടാനാണ് അവർക്ക് കിട്ടുന്നത്. ബെൽറ്റാ എന്റെ പാലുണ്ണി സിംഹമേ, ഇങ്ങോട്ട് നോക്കടാ. ഗ്യാസ് നിന്നാ? അയ്യോ തീർന്ന. ഭാഗ്യം നിന്റെ ചായ തിളച്ചായിരുന്നടാ. പഞ്ചസാര ഇവിടെ പഞ്ചസാര ഇട്ടി. പഞ്ചസാര ഇല്ലേ? എനിക്ക് പഞ്ചസാര വേണം. പഞ്ചസാര തീരെ ഇവള് പറയാൻ നീ വന്നേ. രാജമലയിൽ വ്യാപകമായി കുറിഞ്ഞികൾ പൂവിട്ടും മൊട്ടിട്ടും തുടങ്ങി. എടി ലക്കി, പഞ്ചസാര തീർന്നോ? എനിക്ക് ചായ വേണം. ഉപ്പുമില്ല, മുളകില്ല, തേങ്ങയില്ല. ഒരു കുടുംബമാകുമ്പോ എല്ലാവർക്കും ചെറിയ ഉത്തരവാദിത്തങ്ങളൊക്കെ വേണം, പ്രത്യേകിച്ച് പെണ്ണുങ്ങൾക്ക്. സാധനങ്ങളൊക്കെ തീർന്നു കഴിഞ്ഞാൽ തീർന്നു എന്ന് പറയണം. ഇതിനൊക്കെ ഒരു കണക്ക് വേണം. അങ്ങനെ ഈ വീട്ടിൽ ആരും ആർക്കും ഉത്തരവാദിത്തങ്ങൾ വീതിച്ചു കൊടുത്തിട്ടൊന്നുമില്ല. ഈ വീട്ടിൽ എല്ലാവർക്കും തുല്യ ഉത്തരവാദിത്തങ്ങളാ ഉള്ളത്. നീ ഇവിടെ തേരാ പരം നടക്കലടാ. ടീച്ചർ അടിയിലിരിക്കുമ്പോ കിച്ചണിൽ കയറി സാധനങ്ങൾ തീർന്നില്ലേ നോയിക്കൂടം വേണ്ട. നിന്റെ താടി ഒന്നും കൊഴിഞ്ഞു പോയില്ലല്ലോ. എടാ താടിയൊക്കെ പറയുന്നു, പ്രതികരിക്കണം. DG കുറ്റം പറയാൻ ഞാൻ സമ്മതിക്കില്ല. പറയുന്ന പോയിന്റ് ആണ്. എന്ത് പോയിന്റ്? അങ്ങനെ പെട്ടെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ല, പക്ഷെ DG പറയുന്നതാണ് പോയിന്റ്. നിനക്ക് ചായ ഉണ്ടാക്കി തരാൻ തന്നെ ദേഷ്യമില്ല. നീ മിണ്ടാണ്ട് അവിടെ ഇരുന്നോ?
നിന്റെ ഉണക്ക ചായ ഒന്നല്ല ഇവിടെ പ്രശ്നം. നീ ചോദിച്ചതിന് ഉത്തരം പറ. വിഷയത്തിൽ നിന്ന് വ്യതിചലിക്കരുത്. ആ മണ്ടന്മാരെ ഞാൻ എന്ത് ഉത്തരം പറയാനാ? ഇതൊക്കെ നീയല്ല ഉണ്ടാക്കി വെച്ചതുകൊണ്ട് എന്റെ തലയെടുത്ത് വെക്കാ. സാമ ഒന്നും നോക്കണ്ട. ഇതിനെ പിടിച്ചോണ്ട് ആ കക്കൂസിലിട്ട് ഫ്ലഷ് അടിക്കണം. തറയിലടിച്ച വല്ല പ്രശ്നം എന്താണ് ഇവിടെ മനുഷ്യ സുഖമില്ലാണ്ടിരിക്കുമ്പോ ഒന്ന് റെസ്റ്റ് എടുക്കാൻ സമ്മതിക്കൂലേ? ഗ്യാസ് തീർന്നുപോയി, പിന്നെ ഗ്രോസറിയും തീർന്നു. അതാ. എടാ എന്താ ഉണ്ടായി ഞാൻ പറയാം. നീ രാവിലെ കുറച്ച് ചായ ഉണ്ടാക്കാൻ വേണ്ടി ഗ്യാസ് ഓൺ ചെയ്തു. നോക്കിയപ്പോ ഗ്യാസ് തീർന്നു. എന്നാ പിന്നെ അപ്പോഴത്തേക്ക് ചായ തിളച്ചു വന്നതാണല്ലോ. ഇച്ചിരി പഞ്ചസാര അതിനകത്തിട്ട് പാവത്തിന് കുറച്ച് ചായ കൊടുക്കാന്ന് വിചാരിച്ച് നോക്കിയപ്പോ പഞ്ചസാരയും തീർന്നിരിക്കുകയാണ്. സാധനങ്ങൾ തീർന്നു കഴിഞ്ഞാൽ ഒന്ന് കൃത്യസമയത്ത് പറഞ്ഞുകൂടെ എന്ന് മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ. അതിനാണ് ഈ കടന്ന് ചാടുന്നത് അല്ല സാമേ? യെസ് ഓഫ് കോഴ്സ്. എന്താണ് മീനു, സാധനങ്ങൾ തീർന്നാ പോയി മേടിച്ചാ പോരെ, ഇങ്ങനെ വെറുതെ ഒച്ച ഉണ്ടാക്കണം. സാധനം തീർന്നാ മേടിക്കാം, അതല്ല ഇവിടുത്തെ പ്രശ്നം. സാധനം തീർന്നവരൊന്നും പറയണ്ടേ? ഇപ്പൊ ഇവരാണെങ്കിൽ പറയണതൊക്കെ പെണ്ണുങ്ങളുടെ ജോലിയാന്നാ. എടാ സാറില്ല, ഒരു പണി DG മോനടാ, നീ മൊത്തം സാധനങ്ങൾ മേടിച്ചു ഞാൻ പൈസ. എടാ അതിനൊന്ന് ഹർത്താലല്ലേ, സാധനം ഒന്നും കിട്ടൂല. അപ്പൊ ഇവിടെ തിന്നാനും കുടിക്കാനൊന്നുമില്ലേ? ഇല്ല ഇല്ലാന്നാ തോന്നുന്നു. എടാ നിനക്ക് ഇവിടെ എന്താണ് പണി? വെറുതെ വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോ ഇടയ്ക്ക് കയറി നോക്കിവിടെ എന്തെങ്കിലും തീർന്നുണ്ടോന്ന്. ചേട്ടാ നീ എന്തിനാ എന്നോട് മാത്രം ചൂടാന്ന്? ഇവിടെ ഞാൻ മാത്രമല്ല ഉള്ളത്. അത് നീ ഞങ്ങൾ ഉദ്ദേശിച്ച് പറഞ്ഞത് മനസ്സിലായി. അവി നിനക്ക് അറിയാലോ, കുറെ ദിവസങ്ങളായിട്ട് ഞാനും മീനും ലേറ്റ് നൈറ്റ് വർക്ക് ചെയ്ത് കിളികൾ പറഞ്ഞിരിക്കുക. ഇവനിവിടെ വേറെന്താ പണി? ഇവന് നോയിക്കൂടെ അതൊക്കെ? ഞാൻ പറഞ്ഞാൽ എന്താ തെറ്റ്? ശരിയല്ലേ? ശരിയാണ്. നിനക്കൊക്കെ ഇവിടെ വേറെന്താ പണി? മതി നിർത്ത്. നിനക്കിപ്പോ എന്താ വേണ്ടത്? ഞാൻ പോയി ഗ്യാസും സാധനങ്ങളും വാങ്ങിച്ചോണ്ടാ പോരെ? അത് ഞങ്ങൾ നിന്റെ കാശുണ്ടോ? അല്ല വേണ്ട സാമേ, നിന്റെ കാശുണ്ടോ? ഉണ്ടോ? എടാ ഉണ്ടോ ഇല്ലയോ എന്ന് വാതർന്ന് പറഞ്ഞാ. ഉണ്ട്. ആ എന്നാ ഞങ്ങൾ പോയി വാങ്ങിച്ചോളാം. വേടാ ഞാനും വരണം. ആ നീ വരണം. എടീ ഹർത്താലിന് എവിടെ കിട്ടാനാണ്? എടാ സാധനങ്ങൾ കൊണ്ടുവരാന്ന് പറയുന്നത് ഞാനാണെങ്കിൽ ഞാൻ സാധനം കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് DIG ആണ് പറയുന്നത്. DIG മനസ്സിലായി? എടാ കൊറേ നേരമല്ല നടക്കുന്ന, ഒറ്റ കട പോലും കാണാനില്ല. വെറുതെ അവിടുന്ന് ഡയലോഗ് ഓടിച്ചതിന് സാധനം ഇല്ലാതെ തിരിച്ചു പോകാന്ന് വെച്ചാലും പറ്റൂല. എനിക്ക് തോന്നണേ ഇന്ന് ഹർത്താൽ കഴിയാണ്ട് കടകളൊന്നും തുറക്കൂലെന്നാ. നമുക്ക് തിരിച്ചു പോയാലോ? നീ മിണ്ടരുത്. നീ ഒറ്റൊരുത്താണ് ഇത് കംപ്ലീറ്റ് കാരണം. അവൻ്റെ ഒരു ചായ കുടി. നിന്നോട് ആരെങ്കിലും പറഞ്ഞു അവരോട് വേടി ഉണ്ടാക്കാൻ? ആ ഈ ഹർത്താലൊന്ന് കഴിഞ്ഞോട്ടെ. DIG ആരാണെന്ന് എല്ലാവർക്കും മനസ്സിലാവും. ഒരു പട്ടിയും പൂച്ചയും പോലും കാണുന്നില്ലോടാ. എവിടെയെങ്കിലും വല്ല ഹോട്ടലോ റീറ്റെയിൽ സ്റ്റോറോ അത് തുറന്നിട്ടുണ്ടോ ചോദിക്കാൻ? നോക്കിയേ. എനിക്ക് തോന്നണതേ ഈ ഹർത്താൽ ഭയങ്കര സ്ട്രോങ് ആണെന്നാ. ഷേ ഹർത്താലൊക്കെ പണ്ടല്ലേ സ്ട്രോങ്. ഇപ്പൊ ഹർത്താലൊന്നും അങ്ങനെ സ്ട്രോങ് ഒന്നുമല്ല. എടാ പണ്ടൊക്കെ ഹർത്താൽ എന്ന് വെച്ചാൽ തലേന്ന് തന്നെ ആൾക്കാർ ബിവറേജ് ചെന്ന് ക്യൂ നിന്ന് സാധനം വാങ്ങിച്ച് മനസ്സിലായി അടുത്ത ദിവസം വീട്ടിലിരുന്ന് ചുമ്മാ അടി ഫുഡിങ് അങ്ങനെയൊക്കെയാണ്. ഇന്നിപ്പോ ആ കാലൊക്കെ മാറി. ആൾക്കാർക്ക് മനസ്സിലായി ഹർത്താലൊന്നും വലിയ കാര്യമൊന്നുമില്ലാന്ന്. എന്ത് സംഭവിച്ചു? ആഘോഷങ്ങളാകെ കുറഞ്ഞില്ലാണ്ടായി. അതൊന്നും അല്ലടാ ഞാൻ ചോദിച്ചത്. ഹർത്താൽ അനുകൂലികൾ ഉണ്ടാവില്ലേ? അവർ പ്രശ്നം ഉണ്ടാക്കില്ലേ? എന്ത് പ്രശ്നം? നിനക്കെന്നെ അങ്ങനെ കറക്റ്റായിട്ട് മനസ്സിലായിട്ടില്ല അല്ലേ? നീ ആരോടും പറയില്ലെങ്കിൽ ഞാനൊരു സത്യം പറയാം. എടാ ഒരു 5 പേരൊക്കെ വന്ന ഹാൻഡിൽ ചെയ്യാൻ ഞാൻ ഒരാൾ മതി. പോടാ. ആ നീ ബാബു ആന്റണിയുടെ ഇന്ത്യൻ മിലിറ്ററി ഇന്റലിജൻസ് എന്ന് പറഞ്ഞൊരു പടം കണ്ടിട്ടുണ്ടോ? ഇല്ല. ആ പടത്തില് നടൻ മുരളി ഇങ്ങനെ ചെല്ലുമ്പോൾ ഒരു 5 പേര് ചേർന്ന് തടയുന്നൊരു സീനുണ്ട്. ഹർത്താലാണ്? ഹർത്താലുകാരല്ലടാ, ഗുണ്ടകള് തടഞ്ഞിട്ട് ഇടിയോടിടിയാണ്. അപ്പൊ എന്ത് സംഭവിക്കും? ദൂരെന്നൊരു 100-110 അംബാസഡർ കാർ ഇങ്ങനെ വരികയാണ്. അതിനകത്ത് ചാടി ഇറങ്ങാണ്. ആരാണ്? ബാബു ആന്റണി. ചാടി ഇറങ്ങിയിട്ടുണ്ടല്ലോ, നേരെ കാറിന്റെ ടോപ്പിലേക്ക് ചാടി കയറി ഇങ്ങനെ നിൽക്കുക. മനസ്സിലായ? അവിടുന്ന് പറന്നിട്ട് ചെസ്റ്റിലേക്ക് ഒരു കിക്കാണ് ഗുണ്ടയുടെ. പിന്നെ ചന്നം പിന്നെ ഇടിയോടിടി. നീ നേരത്തെ പറഞ്ഞ പോലെ 5 ഹർത്താൽ അനുകൂലികൾ നമുക്ക് നേരെ വരികയാണെന്ന് വെച്ചോ, എന്ത് ചെയ്യും? അത് അവരുടെ വിധിയാണ് മോനെ. ഇന്നത്തേന് ശേഷം ഒരു ഹർത്താൽ നടത്താൻ അവർ ബാക്കിയുണ്ടാവില്ല. നമ്മൾ എന്ത് ചെയ്യണം അറിയോ? ആദ്യം ഇടത്തെ കാലിങ്ങനെ എടുത്ത് ഫ്രണ്ടിലേക്ക് വെക്കുക. ഇതിന്റെ പേരാണ് ഫ്രണ്ട് സ്റ്റാൻസ്. എന്നിട്ട് പിന്നെ പവർ കിട്ടാൻ ബാബുവിന്റെ എന്നൊരു ഐറ്റം ഉണ്ട്, ഒരു ശബ്ദം ഉണ്ടാക്കാം.
ഇതാക്കിയിട്ട് സർവശക്തി ഉപയോഗിച്ച് മറ്റേ കാലുണ്ടല്ലോ ഇതാ ഇങ്ങനെ ഒറ്റ കിക്കാണ് നെഞ്ചത്തേക്ക്. എന്നിട്ട് നെഞ്ചത്ത് കിക്ക് ചെയ്തിട്ട് 4 വരെ ഉള്ളൂ. DG ഫ്രണ്ട് സ്റ്റാൻസ്. ഇവിടെ ഇപ്പോൾ ബാക്ക് സ്റ്റാൻസ് ആയിരിക്കും നല്ലത്. ആണോ? അതെങ്ങനെ? അതിങ്ങനെ അവരെ കാണാനില്ലല്ലോ. അങ്ങനെയൊന്നും പറയണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇത്തിരി ഡോസ് കൊടുക്കുന്ന നല്ലൊരു സീരിയസ്നെസ് ഉണ്ടാവുള്ളൂ. അല്ല ഇനി ഹർത്താലായോണ്ട് കടയൊക്കെ അടച്ചിരിക്കാവോ? ഹർത്താലിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാനൊരു കാര്യം ആലോചിച്ചത്. എന്താ? 4-5 വർഷം മുമ്പ് ഈ ഫോട്ടോഗ്രാഫി തലക്കി പിടിച്ചിരിക്കുന്ന സമയത്ത് ഈ തൃശ്ശൂര് ആക്ട്രസ് ശോഭനയുടെ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, ഡാൻസ് പ്രോഗ്രാം. ശോഭന മാമോ? ശോഭന മാമിന് എനിക്ക് എന്ത് ഇഷ്ടമാണെന്നറിയൂ. നീ ഇത് കേൾക്കണം. അന്ന് ആ ഫംഗ്ഷൻ കോർഡിനേറ്റ് ചെയ്തത് എൻ്റെ കൊച്ചനായിരുന്നു. പുള്ളി എങ്ങനെയൊക്കെ ഒരു പാസ് ഒപ്പിച്ച് എന്നെ വിളിച്ച്, അപ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ 2-3 സ്നാപ്സ് ഒക്കെ എടുക്കാം. അധികം ആൾക്കാർക്ക് പെർമിഷൻ ഒന്നും കിട്ടാത്തതാണ്. അപ്പോൾ ഞാനാകെ എക്സൈറ്റഡ് ആയി അന്ന് രാത്രി എൻ്റെ ക്യാമറ ഒക്കെ പാക്ക് ചെയ്ത് പിറ്റേ ദിവസം തന്നെ യാത്രയായി. റോഡിലെത്തിയപ്പോഴാണ് അന്ന് ഹർത്താൽ. എറണാകുളം ജില്ല ഫുൾ ഹർത്താൽ. എന്നിട്ട് നീ എന്താ ചെയ്തേ? എന്നിട്ട് എന്ത് ചെയ്യാൻ, ഞാൻ റോഡിലേക്ക് ഇറങ്ങി കിട്ടുന്ന വണ്ടിക്കൊക്കെ കൈ കാണിച്ച് ലിഫ്റ്റൊക്കെ അടിച്ച് എങ്ങനെയൊക്കെ തൃശ്ശൂരെത്തി. അവിടെ ചെന്നപ്പോൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. എനിക്ക് വെച്ച് നല്ലൊരു സ്പോട്ടൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നിരിക്കുക. പക്ഷെ ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല. തലേദിവസത്തെ ആവശ്യത്തില് ഞാൻ ക്യാമറയുടെ ബാറ്ററി ചാർജ് ചെയ്യാൻ മറന്നുപോയി. അയ്യോ, അത് അവിടെ ചാർജ് ചെയ്യായിരുന്നില്ല? അപ്പൊ ചാർജർ എടുക്കാൻ മറന്നുപോയി. അല്ല, ബെസ്റ്റ് കഥ. അല്ല, അതിപ്പോ ഇവിടെ പറയാൻ കാരണം എന്താ? പറഞ്ഞെന്താന്ന് വെച്ചാല് അവന്മാരെന്നെ പോലെ അല്ല, അവന്മാര് പോയ സാധനം കൊണ്ടേ വരുള്ളൂ എന്നാ പറഞ്ഞു. നല്ല ചവറ് കഥ. ശരിക്കും നല്ല ബോറായിരുന്നു. നമുക്ക് എന്തെങ്കിലും എടുത്ത് കഴിച്ചാലോ? എനിക്ക് നല്ല വിശപ്പ്. ഇവിടെ ബ്രെഡും പഴവും മാത്രമേ ഉള്ളൂ. അത് കുഴപ്പമില്ല, നമുക്ക് ഇപ്പൊ കഴിക്കാം. പിന്നെ അവന്മാർ കൊണ്ടുവരുമ്പോ അപ്പൊ കഴിക്കാം. വിശന്നിട്ട് കണ്ണ് കാണുള്ളൂ. വിളിക്കുന്നു, ചെല്ലി ചെല്ലി. ചങ്കറിനൊത്ത ചക്കി. ഹലോ, നിങ്ങളൊന്നും മേടിച്ചില്ല? എടാ അവിടെ കുറെ ദൂരെയൊക്കെ പോയി നോക്കടാ. കടയും കപ്പലണ്ടി ഒന്നുമില്ല അവിടെ. പിന്നെ ഹർത്താലിന് ഒരു സ്ഥലത്ത് എത്തുമ്പോൾ അവിടെ കുറെ ഹർത്താൽ അനുകൂലികൾ. അവരെ കണ്ടപ്പോൾ ഈ ബാബു ആന്റണിയുടെ മോൻ എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് മുങ്ങിക്കളഞ്ഞു. ഏത് ബാബു ആന്റണി? എടാ അതൊക്കെ പിന്നെ പറയാം. ഇവിടെ ഇപ്പൊ കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. പിന്നെ നിങ്ങൾ എന്തായി കഴിച്ചുകൊണ്ടിരിക്കണേ? ഞങ്ങള് കുറച്ച് ബ്രെഡും പഴവും കഴിച്ചതാ, അത് തീർന്നു പോയി. എനിക്ക് അങ്ങോട്ട് മാറിയേക്കണം. എടാ ഇവിടെ ഒന്നും ഇല്ലടാ, അതിനെല്ലാം തീർന്ന്. കണ്ണി ചോറില്ലാത്ത തെണ്ടികൾ. നീയല്ലടാ വലിയ ഡയലോഗ് അടിച്ച് ഇറങ്ങിപ്പോയത്. ഇനിയിപ്പോ ഹർത്താൽ 6 മണിക്ക് കഴിയുള്ളൂ. എനിക്ക് വെച്ചേക്കണ്ട. എടാ ഒന്നും മിണ്ടാതിരടാ, ഞാനും ചിന്തിക്കട്ടെ. നീ ഒരു കാര്യം ചെയ്യ, നമ്മുടെ അടുത്ത വീട്ടിൽ ചെല്ല, എന്നിട്ട് അവരോട് പതി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിട്ട് നമുക്ക് കഴിക്കാൻ എന്തെങ്കിലും തരുമെന്ന് ചോദിച്ചു നോക്ക്. അയ്യെ പിച്ചു ചോദിക്കാൻ. അയ്യേ, പിച്ചായിട്ടൊന്നും ഇതിനെ കാണേണ്ട കാര്യമില്ല. ഇത് ഇവനൊരു എക്സ്പെരിമെന്റ് ആണ്. അത് ഇവൻ ആളുകളോട് ഇടപഴകാൻ എത്രത്തോളം പഠിച്ചു കഴിയുന്ന പറയാനുള്ള ഒരു ടെസ്റ്റ്. അങ്ങനെ ചുമ്മാ ചോദിച്ചവരെ എടുത്ത് തരുമോ? ഒരു പരിചയം വേണ്ടേ? എടാ ഇങ്ങനെയൊക്കെയല്ലേ പെടുന്നത്. ഐ മീൻ പരിചയപ്പെടുന്നത്. നീ ചെല്ലുന്നു, ചോദിക്കുന്നു, അവർ തരുന്നു. സാമ നിന്നെ കൊണ്ട് പറ്റും. യു ആർ ദ ബെസ്റ്റ്, യു ആർ ദ ബെസ്റ്റ്. മതി, കൂടുതൽ വിളിക്കണ്ട, ഞാൻ പൊക്കോളാം. പാവത്തിനിട്ട് പണി കൊടുത്തു അല്ലേ? മിണ്ടാ പ്രാണികളെ ദ്രോഹിച്ച പാപം കിട്ടടാ. അവൻ പോയിട്ട് വിജയശ്രീലാളിതനായി തിരിച്ചു വരും. ഈശ്വരാ, കാര്യമായിട്ട് എന്തെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. കുഴിമന്തി കൊണ്ടുവരും. വെയിറ്റ് ചെയ്തോട്ടാ. അതുണ്ടാക്കുന്നുണ്ടോ അപ്പുറം? നിന്റെ തല ഉണ്ടാക്കുന്നുണ്ട്. ഗുഡ് മോർണിംഗ് ചേച്ചി. അല്ല സോറി, ഗുഡ് ആഫ്റ്റർനൂൺ. എന്തായിരുന്നു? ഞങ്ങൾ അപ്പുറത്തെ വീട്ടിൽ താമസിക്കുന്നതാ. 5 പേരുണ്ടേ. അപ്പോൾ ഞങ്ങളെല്ലാവരും വളരെ നല്ല അഭിപ്രായമുള്ള ഫാമിലിപ്പെട്ട ആൾക്കാരാണ്. ഈ ഓഫീസ് വീട് വീട് ഓഫീസ് അങ്ങനെ ഫുൾ ടൈം ബിസിയാണേ. അപ്പോൾ ഈ അടുക്കളയിലേക്ക് പോകാൻ തന്നെ അങ്ങനെ സമയം കിട്ടാറില്ല.
അപ്പോൾ ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ എനിക്ക് ഒരു ചായ കുടിക്കണമെന്ന് വലിയ ആഗ്രഹം. അങ്ങനെ അടുക്കളയിൽ കയറി നോക്കിയപ്പോഴാണ് ഞെട്ടിക്കുന്ന സത്യം ഞാൻ മനസ്സിലാക്കിയത്. അയ്യോ എന്ത് പറ്റി? അടുക്കളയിലുണ്ടായിരുന്ന ഒരു സാധനവും കാണാനില്ല. പുറത്തൊക്കെ നോക്കി, പക്ഷേ എന്നിട്ട് കുറേ നേരം കഴിഞ്ഞപ്പോൾ പുറത്ത് കടയിൽ പോയി വാങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് ഹർത്താലാണെന്ന് മനസ്സിലായത്. എന്നാൽ പിന്നെ ഹർത്താൽ കഴിഞ്ഞിട്ട് വൈകുന്നേരം എന്തെങ്കിലും പോയി വാങ്ങി കഴിക്കാമെന്ന് വിചാരിച്ചപ്പോൾ കൂടെ ഉണ്ടായിരുന്ന പയ്യന് വിശന്നിട്ട് ഒട്ടും വയ്യെന്ന് പറഞ്ഞപ്പോൾ അതിനിപ്പോൾ എന്താ വേണ്ടേ? വിശന്നിട്ട് വയ്യേച്ചി എന്തെങ്കിലും കഴിക്കാൻ തരുമോ? നോക്കട്ടെ. ഡേ വീട്ടിലാണെങ്കിൽ ഉണ്ടല്ലോ അവിടെ ഫിഷ് ഫ്രൈയും ഫിഷ് കറിയും ഒക്കെ ഉണ്ടാവും. അതും കൂട്ടി ചോറിന് എന്ത് ടേസ്റ്റാണെന്നറിയോ? ഉള്ളിയൊക്കെ അതിലിങ്ങനെ മൂപ്പിച്ചിടും. പിന്നെ 4 മണിക്ക് ഞാൻ കളിച്ചിട്ട് വരുമ്പോൾ ഏട്ടൻ ചായയും പഴംപൊരി ഉണ്ടാക്കും. പഴംപൊരി എന്നൊക്കെ പറയാൻ ക്രിസ്പി പഴംപൊരി, നമ്മുടെ ഷോപ്പിൽ കിട്ടുന്ന പോലെ ഒന്നല്ല. ഏട്ടൻ സ്പെഷ്യലായി കട്ട് ചെയ്ത് ഫ്രൈ ചെയ്ത് അത് ഷുഗറൊക്കെ ഇടും. എനിക്ക് ആലോചിക്കാൻ പറ്റാനുള്ള അയ്യോ വിശക്കണോ. എന്റെ വീട്ടിലാണെങ്കിലേ ചിക്കന്റെ പല വേർഷൻസാ. അമ്മയുടെ സ്പെഷ്യൽ ചിക്കൻ ചട്ടിനാടാ. പിന്നെ അടുത്തൊരു ഹോട്ടലില്ലേ, ഹോട്ടൽ ബിസ്മി. എന്റെ മോളെ അവിടുത്തെ പൊറോട്ടയും ബീഫ് റോസ്റ്റും എന്തൊരു ടേസ്റ്റാന്നറിയോ. മണെങ്ങനെ മൂക്കിലേക്ക് അടിക്കാം. ഞാൻ സ്ഥിരമായിട്ട് അവിടെയായിരുന്നു. പൊറോട്ടയും ബീഫ് റോസ്റ്റും. കൊറേ നേരമായല്ലോ മനുഷ്യൻ രാവിലെ മുതൽ ഒന്നും കഴിക്കാതെ പട്ടിണിയാണെന്ന് ചാവാറായി. അപ്പോഴാണ് അവരുടെ ഒരു പഴംപൊരിയും ബീഫ് റോസ്റ്റും. ഒരുത്തനാണ് പിന്നെ മറ്റേ ബഹിരാകാശത്തേക്ക് പട്ടിയെ വിട്ട പോലെ അപ്പുറത്തെ വീട്ടിലേക്ക് പറഞ്ഞിട്ട് കുറെ സമയമായി. അതെന്താ ഏതായെന്ന് അറിയാതെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാണ് വന്നു എന്റെ സാങ്കുട്ടൻ വന്നു. എവിടെ മുത്തേ നീ? കിട്ടിയാ? ഇതിലെന്താണ് ഈ കവറില്? ഇതിൽ കുറച്ച് റവ ഉപ്പ് ഉണ്ടായിക്കോളാൻ പറഞ്ഞു. പിന്നെ കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും. ഇത് അവിടെ ഉണ്ടായ മത്തങ്ങ കറി വെച്ചോളാൻ പറഞ്ഞു. ഇതിങ്ങനെ തരൂ, തലയിൽ ഞാൻ പൊടിച്ചു തരും. എടാ ഇതൊക്കെ കൂടി വെട്ടിക്കൂട്ടി ഒരു പാത്രത്തിലുള്ള കറിയാവൂല. അതിന് ഗ്യാസ് എന്നൊരു സാധനം വേണം. അതിവിടെ ഉണ്ടോ? ഇല്ല. കൊണ്ടുപോടാ അവിടെ. 5ാം ക്ലാസ് പൊട്ടത്തിലായിട്ട് ഇറങ്ങിക്കോളും. അപ്പൊ ഞാനിത് എന്ത് ചെയ്യും? ഇതാ അകത്ത് 2 പേര് പഴംപൊരിയും ബീഫ് റോസ്റ്റും ഉണ്ടാക്കുന്നുണ്ട്. ആ ബീഫ് റോസ്റ്റിൽ വെട്ടിയിടാൻ പറ. ചെല്ലേ മത്തങ്ങ ബീഫ് കറി. ഞാനിന്ന് വിശന്ന് ചാവൂല്ലോ. പുറയുന്ന ഒരുപാട് തള്ളണ്ട. ഞാനിത് വാങ്ങിച്ചിട്ട് അവിടുന്ന് മാറും. ഞാനല്ല സാമ തള്ളിയേ. അതെ ഇതെല്ലാവരോടും ഉന്തി പറിച്ചിടുവോ മക്കളെ? ഞാനല്ല ഏട്ടാ, ആർത്തി മൂത്തൊരുത്തൻ പുറകിൽ നിൽപ്പുണ്ട്. അവനാണ് തള്ളുന്നത്. വിശക്കണോ? ഇതേ കണ്ട രാവിലെ മുതൽ കീ കൊടുത്ത പോലെ ഇതന്നെ പറഞ്ഞോണ്ടിരിക്കണം. കട തുറന്നിട്ടേ ഉള്ളൂ. കല്ല് ചൂടാവണം. അത് കഴിഞ്ഞ് ദോശമാവ് കോരി ഒഴിക്കണം. അത് എന്നിട്ട് ദോശ ആവണം. അത്രയ്ക്ക് അത്യാവശ്യം ഉണ്ടെങ്കിലേ ഞാൻ കുറച്ച് മാവ് കോരി ഒഴിച്ചു തരാം. അവരെ കൊടുക്ക്. മാവ് വേണോടാ? വേണ്ട വേണ്ട. എന്നാ പ്ലീസ് വെയിറ്റ്. ഓക്കെ മാവ് വേണം. വളരെ വൈകിട്ടാണെങ്കിൽ ഞാനൊരു പ്രപഞ്ച സത്യം മനസ്സിലാക്കി. അതായത് ഈ ഭൂകമ്പം, സുനാമി, അഗ്നിപർവ്വ സ്ഫോടനം, ബൈ ഇലക്ഷൻ, ഇതൊക്കെ പോലൊരു പ്രകൃതി ദുരന്തമാണ് ഈ ഹർത്താൽ. ഏത് നിമിഷം സംഭവിക്കാം. അപ്പോൾ എപ്പോഴെങ്കിലും സംഭവിക്കാവുന്ന ഈ ഹർത്താലിന് വേണ്ടി നേരിടാൻ നമ്മൾ എപ്പോഴും ഒരു ആത്മസംയമനം പാലിക്കണം. മനസ്സിലായോ? മനസ്സിലായില്ല. എടേ അതായത് ഇനിയൊരു ദിവസം എനിക്കിങ്ങനെ പട്ടിണി കിടക്കാൻ പറ്റില്ല. ജയിച്ചിഞ്ചോ എനിക്കാരെങ്കിലും ഒരു ദോശ വരും. എന്റെ ദോശ അവനെടുത്ത് അല്ല ഞാൻ ഉദ്ദേശിച്ചത് എന്നോട് അവനാണ്